അമേരിക്കൻ പതാക, മറുവശത്ത് ഉത്തര കൊറിയൻ പതാക. ഇടയിൽ ആണവായുധങ്ങളുടെ ഭീഷണിയും യുദ്ധവിമാനങ്ങളുടെ ഗർജനവും പതിറ്റാണ്ടുകളായുള്ള ശത്രുതയും. പക്ഷേ ഇപ്പോൾ ആ ശത്രുതയുടെ കഥയിൽ ഒരു അപ്രതീക്ഷിത ട്വിസ്റ്റാണ് സംഭവിക്കുന്നത്. കിം ജോങ് ഉന്നുമായി എനിക്ക് നല്ല ബന്ധമാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഈ വാക്കുകളാണ് ഇപ്പോൾ ലോകശ്രദ്ധ നേടുന്നത്. ഒരു കാലത്ത് അമേരിക്കയെ തകർക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയിരുന്ന കിം ഇന്ന് ട്രംപിന്റെ ഭാഷയിൽ ഒരു ശത്രു മാത്രമല്ല, ഒരു സുഹൃത്താണ്. അതുമാത്രമല്ല, കിമ്മിനെ വീണ്ടും കാണുമെന്നും ട്രംപ് പറയുന്നു. ദക്ഷിണ കൊറിയയുമായുള്ള വലിയ സൈനിക അഭ്യാസങ്ങൾ കുറയ്ക്കണമെന്നും പറയുന്നു. അപ്പോൾ ചോദ്യം ഇതാണ്: അമേരിക്ക ഉത്തര കൊറിയ കീഴടക്കാനുള്ള ശ്രമം ഉപേക്ഷിച്ച് കിമ്മുമായി ഒരു പുതിയ കളിക്കാണോ ഇറങ്ങുന്നത്? വർഷങ്ങളായി അമേരിക്കയുടെ വിദേശ നയത്തിലെ ഏറ്റവും വലിയ തലവേദനകൾ ഒന്നാണ് ഉത്തര കൊറിയ. കിം ജോങ് ഉന്നിന്റെ ആണവ പരിപാടി, ബാലിസ്റ്റിക് മിസൈലുകൾ, അമേരിക്കയ്ക്കും ദക്ഷിണ കൊറിയയ്ക്കുമെതിരായ ഭീഷണികൾ, ഇതെല്ലാം ചൂണ്ടിക്കാട്ടിയാണ് അമേരിക്ക ഉത്തര കൊറിയയ്ക്കെതിരെ ഉപരോധങ്ങളും സൈനിക സമ്മർദ്ദവും ശക്തമാക്കിയത്. പക്ഷേ ഇപ്പോൾ ട്രംപിന്റെ സമീപനം കുറച്ചെങ്കിലും മാറിയിരിക്കുകയാണ്. കിമ്മുമായി തനിക്ക് നല്ല ബന്ധമാണെന്നും ആ ബന്ധം അമേരിക്കയും സഖ്യകക്ഷികളെയും കൂടുതൽ സുരക്ഷിതമാക്കാൻ സഹായിച്ചിട്ടുണ്ടെന്നും ട്രംപ് പറയുന്നു. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനമായ പുതിയ വിവരങ്ങൾ അമേരിക്കൻ മാധ്യമങ്ങളിലൂടെയും റോയിട്ടേഴ്സ്, അസോസിയേറ്റഡ് പ്രസ് തുടങ്ങിയ വാർത്താ ഏജൻസികളുടെയും പുറത്തു വന്നതാണ്. റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് 2026 ഓഗസ്റ്റ് 19 ട്രംപ് ഈ വർഷം തന്നെ കിമ്മുമായി വീണ്ടും കൂടിക്കാഴ്ച നടത്തുമെന്ന് പറഞ്ഞു. ഒരു കാലത്ത് ഫയർ ആൻഡ് ഫ്യൂറി എന്ന ഭാഷയിൽ കിമ്മിനെ നേരിട്ട ട്രംപ് തന്നെയാണ് ഇപ്പോൾ കിമ്മുമായുള്ള വ്യക്തിബന്ധത്തെ ഒരു സുരക്ഷാ നേട്ടമായി അവതരിപ്പിക്കുന്നത്. 2018 സിംഗപ്പൂരിൽ ട്രംപും കിമ്മും ആദ്യമായി ചരിത്രപരമായി കൂടിക്കാഴ്ച നടത്തി. 2019 ഹനോയിലും പിന്നീട് കൊറിയൻ അതിർത്തിയിലെ DMZ-ലും ഇരുവരും വീണ്ടും കണ്ടുമുട്ടി. അന്ന് പ്രധാന ലക്ഷ്യം ഉത്തര കൊറിയയുടെ ആണവ നിരായുധീകരണമായിരുന്നു. പക്ഷെ ചർച്ചകൾ വലിയൊരു കരാറിലേക്ക് എത്തിയില്ല. ഉത്തര കൊറിയയ്ക്ക് ഏത് ഇളവുകൾ നൽകണം, ഉപരോധങ്ങൾ എത്രത്തോളം പിൻവലിക്കണം, ആണവായുധങ്ങൾ എങ്ങനെ എത്രത്തോളം ഇല്ലാതാക്കണം തുടങ്ങിയ വിഷയങ്ങളിലെ അഭിപ്രായ വ്യത്യാസങ്ങൾ കാരണം ചർച്ചകൾ പിന്നീട് നിലച്ചു. എന്നാൽ ഇപ്പോൾ വർഷങ്ങൾക്ക് ശേഷം ട്രംപ് വീണ്ടും അതേ മനുഷ്യനെ തേടുകയാണ്. ഇതിനിടയിൽ മറ്റൊരു വലിയ പ്രഖ്യാപനവും ഉണ്ടായി. അമേരിക്കയും ദക്ഷിണ കൊറിയയും നടത്തുന്ന സംയുക്ത സൈനിക അഭ്യാസങ്ങൾ കുറയ്ക്കാൻ ട്രംപ് പെന്റഗണിനോട് നിർദ്ദേശം നൽകി. ഈ അഭ്യാസങ്ങൾ വളരെ ചെലവേറിയതാണെന്നും ഉത്തര കൊറിയയ്ക്ക് അവ ശത്രുതാപരമായ സന്ദേശമാണ് നൽകുന്നതെന്നും ട്രംപ് വാദിച്ചു. ഓഗസ്റ്റ് 16 ട്രംപ് ഈ നിർദ്ദേശം നൽകിയതെന്നാണ് റോയിട്ടേഴ്സ് റിപ്പോർട്ട്. ട്രംപിന്റെ തീരുമാനത്തിന് പിന്നിൽ കിമ്മുമായുള്ള നല്ല ബന്ധത്തെയും അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിരുന്നു. അതേസമയം ഇറാനുമായി ബന്ധപ്പെട്ട അമേരിക്കൻ നിലപാടുകളിൽ ദക്ഷിണ കൊറിയ കൂടുതൽ പിന്തുണ നൽകാത്തതിലും ട്രംപ് അസംതൃപ്തനായിരുന്നു. അപ്പോൾ ഇവിടെ മറ്റൊരു ചോദ്യം ഉയരുകയാണ്: ഇത് ശരിക്കും ഉത്തര കൊറിയയുമായുള്ള സമാധാന നീക്കമാണോ, അതോ ദക്ഷിണ കൊറിയയോടുള്ള ട്രംപിന്റെ അസംതൃപ്തിയും ഇതിന് പിന്നിലുണ്ടോ? അമേരിക്കയുടെ പഴയ നിലപാട് വളരെ വ്യക്തമായിരുന്നു. ദക്ഷിണ കൊറിയയെ സംരക്ഷിക്കണം, ഉത്തര കൊറിയയെ പ്രതിരോധിക്കണം, അതിന് സംയുക്ത സൈനിക അഭ്യാസങ്ങൾ അനിവാര്യമാണ്. പക്ഷെ ഇപ്പോൾ ട്രംപ് പറയുന്നത് ഈ സൈനിക അഭ്യാസങ്ങൾ തന്നെ ഉത്തര കൊറിയയ്ക്ക് അനാവശ്യമായ പ്രകോപനമാണ് എന്നാണ്. ഇതാണ് അമേരിക്കൻ നയത്തിലെ ഏറ്റവും വലിയ വൈരുദ്ധ്യം. ഇന്നലെ വരെ സുരക്ഷയുടെ ഭാഗമായിരുന്ന ഒരു സൈനിക അഭ്യാസം ഇന്ന് സമാധാനത്തിന് തടസ്സമാകുന്നു. ഇത് അമേരിക്കയുടെ ഉത്തര കൊറിയ നയത്തിൽ ഒരു വലിയ മാറ്റത്തിന്റെ സൂചനയാണോ എന്നതാണ് ഇനി ലോകം ഉറ്റുനോക്കുന്നത്. ആണവായുധങ്ങളുടെ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ട്രംപ് പറയുന്നത് ഉത്തര കൊറിയയ്ക്ക് 57 ആണവായുധങ്ങൾ ഉണ്ടെന്നാണ്. പക്ഷെ ഇവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. 57 എന്ന സംഖ്യ ഔദ്യോഗികമായി സ്ഥിരീകരിച്ച കണക്കല്ല. റോയിട്ടേഴ്സ് ചൂണ്ടിക്കാണിക്കുന്നത് പോലെ ഉത്തര കൊറിയയുടെ ആണവ ശേഖരത്തെക്കുറിച്ച് പുറത്തുള്ള വിവിധ കണക്കുകൾ ഏകദേശം 50 മുതൽ 90 വരെ വ്യത്യാസപ്പെടുന്നു. അതായത് കൃത്യമായ എണ്ണം എന്താണെന്ന് ഇപ്പോഴും വ്യക്തമായിട്ടില്ല. പക്ഷെ അതിനേക്കാൾ പ്രധാനപ്പെട്ടത് മറ്റൊന്നാണ്. ഉത്തര കൊറിയയ്ക്ക് ആണവായുധങ്ങൾ ഉണ്ടെന്ന യാഥാർത്ഥ്യം അമേരിക്കയ്ക്ക് ഇനി അവഗണിക്കാൻ കഴിയില്ല. അപ്പോൾ ചോദ്യം: ആണവായുധങ്ങൾ ഉപേക്ഷിച്ചാൽ മാത്രം സംസാരിക്കാമെന്ന പഴയ നയം തുടരണോ, അതോ ആദ്യം സംസാരിക്കാം പിന്നീട് ആണവശേഷി നിയന്ത്രിക്കുന്നതിലേക്ക് പോകാമെന്ന പുതിയ സമീപനം സ്വീകരിക്കണോ? പക്ഷെ കഥയുടെ മറുവശവും വളരെ പ്രധാനമാണ്. ട്രംപ് കിമ്മുമായി വീണ്ടും കൂടിക്കാഴ്ച നടത്തുമെന്ന് പറയുമ്പോഴും ഉത്തര കൊറിയയിൽ നിന്ന് അതേ ആവേശത്തോടെയുള്ള പ്രതികരണം വന്നിട്ടില്ല. കിം ജോങ് ഉന്നിന്റെ സഹോദരി കിം യോ ജോങ് അമേരിക്കയും ഉത്തര കൊറിയയും തമ്മിൽ അടുത്തിടെ നടന്നതായി പറയപ്പെടുന്ന ആശയവിനിമയത്തെക്കുറിച്ച് തനിക്ക് അറിവില്ല എന്നാണ് വ്യക്തമാക്കിയത്. അമേരിക്കയ്ക്ക് വേണ്ടത് ആണവായുധ നിയന്ത്രണമാണ്, ഉത്തര കൊറിയയ്ക്ക് വേണ്ടത് സുരക്ഷ ഉറപ്പാണ്. അമേരിക്കയ്ക്ക് മറുവശത്ത് മിസൈൽ പരീക്ഷണങ്ങൾ നിയന്ത്രിക്കണം, ദക്ഷിണ കൊറിയയ്ക്ക് സ്വന്തം സുരക്ഷ ഉറപ്പാക്കണം. ജപ്പാനും ചൈനയും റഷ്യയും ഈ നീക്കങ്ങളെ സൂക്ഷ്മമായി നിരീക്ഷിക്കും. അതിനാൽ ട്രംപ് കിം കൂടിക്കാഴ്ച നടന്നാൽ പോലും ഒറ്റ കൂടിക്കാഴ്ച കൊണ്ട് പ്രശ്നങ്ങൾ അവസാനിക്കില്ല. പക്ഷേ ഈ കൂടിക്കാഴ്ച നടന്നാൽ വർഷങ്ങളായി നിലനിന്നിരുന്ന അമേരിക്ക ഉത്തര കൊറിയ ബന്ധത്തിന്റെ രീതിയിൽ ഒരു വലിയ മാറ്റത്തിന് അത് തുടക്കമാകാം. അമേരിക്ക വർഷങ്ങളോളം ഉത്തര കൊറിയയെ സമ്മർദ്ദത്തിലാക്കാൻ ശ്രമിച്ചു, ഉപരോധങ്ങൾ ഏർപ്പെടുത്തി, സൈനിക ശക്തി പ്രദർശിപ്പിച്ചു, ഉത്തര കൊറിയയെ അന്താരാഷ്ട്ര തലത്തിൽ ഒറ്റപ്പെടുത്താൻ ശ്രമിച്ചു. പക്ഷേ ആ സമ്മർദ്ദം ഉത്തര കൊറിയയുടെ ആണവ പരിപാടിയെ അവസാനിപ്പിച്ചില്ല. മറിച്ച് കാലക്രമേണ ഉത്തര കൊറിയയുടെ ആണവ മിസൈൽ ശേഷി കൂടുതൽ ശക്തമായതായി വിവിധ വിലയിരുത്തലുകൾ സൂചിപ്പിക്കുന്നു. അങ്ങനെയെങ്കിൽ ഒരു അടിസ്ഥാന ചോദ്യം ഉയരുന്നു: ഒരു രാജ്യത്തെ വർഷങ്ങളോളം സമ്മർദ്ദത്തിലാക്കിയിട്ടും അതിന്റെ ആണവശേഷി ഇല്ലാതാക്കാൻ കഴിയുന്നില്ലെങ്കിൽ അതേ തന്ത്രം തുടർന്നുകൊണ്ടിരിക്കുന്നതിൽ എന്താണ് പ്രയോജനം? ട്രംപിന്റെ ഇപ്പോഴത്തെ സമീപനം ഈ ചോദ്യത്തിന് ഒരു വ്യത്യസ്ത ഉത്തരമാണ് നൽകുന്നത്.
അതേസമയം ട്രംപിന്റെ വ്യക്തിപരമായ കിം ബന്ധം നയതന്ത്രത്തിന് വാതിൽ തുറക്കാൻ സഹായിച്ചേക്കാം. എന്നാൽ ഒരു രാജ്യത്തിന്റെ വിദേശ നയം ഒരു നേതാവിന്റെ വ്യക്തിപരമായ ബന്ധത്തിൽ മാത്രം ആശ്രയിച്ചാൽ അതിന് സ്ഥിരത കുറയും. ഇന്ന് ട്രംപ് കിമ്മുമായുള്ള നല്ല ബന്ധത്തെ സുരക്ഷയുടെ നേട്ടമായി അവതരിപ്പിക്കുമ്പോൾ നാളെ മറ്റൊരു അമേരിക്കൻ ഭരണകൂടം വീണ്ടും ശക്തമായ സമ്മർദ്ദത്തിലേക്ക് മടങ്ങിയാൽ എന്ത് സംഭവിക്കും? അതുകൊണ്ട് കൊറിയൻ ഉപദ്വീപിൽ യഥാർത്ഥ സമാധാനം വേണമെങ്കിൽ വ്യക്തിപരമായ സൗഹൃദത്തെക്കാൾ സ്ഥിരതയുള്ള നയതന്ത്ര സംവിധാനമാണ് ആവശ്യം. അമേരിക്കൻ സൈനിക അഭ്യാസങ്ങൾ, ഉത്തര കൊറിയയുടെ ആണവശേഷി, ദക്ഷിണ കൊറിയയുടെ സുരക്ഷ, ജപ്പാന്റെ ആശങ്കകൾ എന്നിവയെല്ലാം ഒരുമിച്ച് പരിഗണിക്കുന്ന ഒരു ദീർഘകാല കരാറാണ് വേണ്ടത്. ഒടുവിൽ ഒരു കാര്യം വ്യക്തമാണ്. വർഷങ്ങളായി അമേരിക്ക ഉത്തര കൊറിയയെ സമ്മർദ്ദത്തിലാക്കാൻ ശ്രമിച്ചു. പക്ഷേ ആ സമ്മർദ്ദം ആണവ പരിപാടിയെ അവസാനിപ്പിച്ചില്ല. ഇന്ന് അതേ അമേരിക്കൻ പ്രസിഡന്റ് തന്നെ കിമ്മുമായുള്ള തന്റെ ബന്ധത്തെ സമാധാനത്തിനുള്ള ഒരു ഉപാധിയായി അവതരിപ്പിക്കുന്നു. സംയുക്ത സൈനിക അഭ്യാസങ്ങൾ കുറയ്ക്കാനും കിമ്മുമായി വീണ്ടും കൂടിക്കാഴ്ച നടത്താനും അദ്ദേഹം തയ്യാറെടുക്കുന്നു. അതിന്റെ അർത്ഥം അമേരിക്ക ഉത്തര കൊറിയയെ പൂർണ്ണമായി അംഗീകരിച്ചു എന്നല്ല. എന്നാൽ ഉത്തര കൊറിയയെ വെറും സൈനിക ഭീഷണിയായി മാത്രം കാണുന്ന സമീപനം മതിയാകില്ലെന്ന തിരിച്ചറിവ് അമേരിക്കയിൽ വരുന്നുവെന്ന സൂചന ഇതിൽ കാണാൻ കഴിയും. ഒടുവിൽ കൊറിയൻ ഉപദ്വീപിൽ ആരാണ് ജയിക്കുന്നത് എന്നതിലുപരി അവിടെ വീണ്ടും യുദ്ധം ഉണ്ടാകാതിരിക്കുക എന്നതാണ് ഏറ്റവും വലിയ വിജയം. അമേരിക്കയും ഉത്തര കൊറിയയും തമ്മിലുള്ള പഴയ ശത്രുതയ്ക്ക് പകരം സ്ഥിരമായ സംഭാഷണം സ്ഥാപിക്കാൻ കഴിയുമെങ്കിൽ ട്രംപിന്റെ കിം നയതന്ത്രം ചരിത്രത്തിലെ മറ്റൊരു രാഷ്ട്രീയ നീക്കമായി മാത്രം ഒതുങ്ങാതെ കൊറിയൻ ഉപദ്വീപിലെ സുരക്ഷാ സമവാക്യം തന്നെ മാറ്റുന്ന ഒരു വഴിത്തിരിവായി മാറാം. ഇപ്പോൾ ലോകം ഉറ്റുനോക്കുന്നത് ഒരേ ഒരു കാര്യമാണ്. അമേരിക്കയിൽ നിന്ന് ഉത്തര കൊറിയയിലേക്ക് വീണ്ടും നീളുന്ന ആ കൈ കിം പിടിക്കുമോ? അതോ ആണവായുധങ്ങളുടെ നിഴലിൽ വീണ്ടും ഒരു പുതിയ ഏറ്റുമുട്ടലിന് കൊറിയൻ ഉപദ്വീപ് സാക്ഷിയാകുമോ?